Hello, this class is about type conversion. Type conversion എന്ന ടോപ്പിക്കാണ്. So, as we know, the default types are integer, float, etc. They are the primitive or inbuilt data types. So, int, float, char, etc. are the primitive or inbuilt data types. So, if I assign a float value to an integer, then it implicitly converts its float value to integer value. A is equal to 3.14 എന്ന് കൊടുത്താൽ a ഒരു ഇൻറ്റിജർ ആണെങ്കിൽ ആഫ്റ്റർ ട്രങ്കേഷൻ ദ വാല്യൂ 3 is stored to വേരിയബിൾ a. അതൊരു ഇംപ്ലിസിറ്റ് കൺവേർഷനാണ്, അതായത് കൺവേർഷൻ ഫ്രം ഫ്ലോട്ട് ടു ഇൻറ്റിജർ. അതുപോലെ തിരിച്ചും പറ്റും, കൺവേർട്ടിങ് ഫ്രം ഇൻറ്റ് ടു ഫ്ലോട്ട്. ഒരു ഫ്ലോട്ട് k is equal to 3 എന്ന് കൊടുത്താൽ the value 3 is converted to 3.000 and is stored to variable k. അപ്പോൾ അത് കൺവേർഷൻ ഫ്രം ഇൻറ്റിജർ ടു ഫ്ലോട്ട് ആണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രിമിറ്റീവ് ടൈപ്പ് തമ്മിലുള്ള കൺവേർഷൻസ് എന്താണ്? അതൊരു ദേ ആർ ഇംപ്ലിസിറ്റ് കൺവേർഷൻസ്. ഓക്കെ, ഈ ടൈപ്പ് കൺവേർഷൻ എന്ന ടോപ്പിക്കിനകത്ത് വരുന്നത് വേറെ കുറച്ച് ടൈപ്പാണ്. അതായത് കൺവേർട്ടിങ് ആൻ ഒബ്ജക്റ്റ് ടു ഇൻറ്റിജർ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ടു പ്രിമിറ്റീവ് ടൈപ്പ്, അതൊരെണ്ണം വരാം. അല്ലെങ്കിൽ കൺവേർട്ടിങ് എ പ്രിമിറ്റീവ് ടൈപ്പ് ടു ഒബ്ജക്റ്റ് വരാം. അല്ലെങ്കിൽ ക്ലാസ് എന്ന് പറയാം, ഒബ്ജക്റ്റ് നമ്മുടെ ക്ലാസ് ആണ്. അതായത് കൺവേർട്ടിങ് എ പ്രിമിറ്റീവ് ടൈപ്പ് ടു ക്ലാസ് ടൈപ്പ് വരാം, കൺവേർഷൻ ഓഫ് ക്ലാസ് ടൈപ്പ് ടു പ്രിമിറ്റീവ് ടൈപ്പ് വരാം. ഓക്കെ, അതുപോലെ കൺവേർഷൻ ഓഫ് വൺ ക്ലാസ് ടൈപ്പ് ടു അതർ ക്ലാസ് ടൈപ്പ് വരാം. അങ്ങനെ 3 കൺവേർഷൻസ് ടൈപ്പ് കൺവേർഷൻ അത് പറയുന്നു. ആൻഡ് വി ടേം ദീസ് ആസ് എക്സ്പ്ലിസിറ്റ് കൺവേർഷൻസ്. അപ്പോൾ ടൈപ്പ് കൺവേർഷൻ എന്ന ടോപ്പിക്ക് പറയുമ്പോൾ വി ആർ ഡീലിംഗ് വിത്ത് ദീസ് 3. വൺ ഈസ് കൺവേർഷൻ ഓഫ് പ്രിമിറ്റീവ് ടൈപ്പ് ടു ക്ലാസ് ടൈപ്പ്. അതർ ഈസ് കൺവേർഷൻ ഓഫ് ക്ലാസ് ടൈപ്പ് ടു പ്രിമിറ്റീവ് ടൈപ്പ്. And the other is conversion of class type to another class type. So അത് മൂന്നുമാണ് we call it as type conversions. ഇനി നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അതിനകത്ത് ഫസ്റ്റ് കൺവേർഷൻ, അതായത് കൺവേർട്ടിങ് എ പ്രിമിറ്റീവ് ടൈപ്പ് ടു ക്ലാസ് ടൈപ്പ്. കൺവേർട്ടിങ് എ പ്രിമിറ്റീവ് ടൈപ്പ് ടു ക്ലാസ് ടൈപ്പ്. അപ്പോൾ അതായത് ഒരു ഇൻറ്റിജർ ടൈപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫ്ലോട്ട് ടൈപ്പ് ഉണ്ടാവും. സോ വി ആർ ഗോയിങ് ടു കൺവേർട്ട് ദിസ് ഇൻറ്റിജർ ടൈപ്പ് ഓർ ദിസ് ഫ്ലോട്ട് ടൈപ്പ് ഏതെങ്കിലും ഒരെണ്ണം ടു എ ക്ലാസ് ടൈപ്പ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു ക്ലാസ് വേണമെന്നറിയാം. സോ ഐ ഹാവ് മൈ എയിം ഈസ് ടു ഷോ എ പ്രോഗ്രാം ദാറ്റ് കൺവേർട്സ് ഇഞ്ച് ടു ഫീറ്റ്. അതായത് മൊത്തം ഇഞ്ചിനകത്ത് ഒരു എക്സാമ്പിളാണ്. മൊത്തം ഇഞ്ചിനകത്തൊരു മെഷർമെൻറ്റ് കൊടുത്താൽ ദിസ് പ്രോഗ്രാം വിൽ കൺവേർട്ട് ദാറ്റ് ടു ഫീറ്റ് ആൻഡ് ഇഞ്ച്. അപ്പോൾ അതിനുവേണ്ടി ഐ ഹാവ് യൂസ്ഡ് എ ക്ലാസ് കോൾഡ് ഡിസ്റ്റ് ആൻഡ് ഐ ഹാവ് ഡിഫൈൻഡ് 2 വേരിയബിൾസ് ആസ് ഇൻറ്റ് ഫീറ്റ് ആൻഡ് ഇഞ്ച്. എഫ് ടിയും ഇഞ്ച് രണ്ട് വേരിയബിൾസ് ക്ലാസ് മെമ്പേഴ്സ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മെയിൻ ഫംഗ്ഷനകത്ത് വരുന്ന കാര്യം നമുക്ക് ആദ്യം എഴുതാം. അതായത് വിൽ ബി ഹാവിങ് എ ഇൻപുട്ട് എൻ്റർ വിൽ ബി ഹാവിങ് എ ഇൻപുട്ട് വാല്യൂ. അപ്പോൾ എൻ്റർ മെഷർമെൻറ്റ് ഇൻ ഇഞ്ചസ്, മെഷർമെൻറ്റ് ഇൻ ഇഞ്ചസ്. അപ്പോൾ ഇഞ്ചിനകത്ത് മെഷർമെൻറ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യണം. ഞാനിപ്പോൾ സി ഇൻ എന്ന് കൊടുത്തിട്ട് ഞാനിപ്പോൾ യു എന്നൊരു വേരിയബിൾ കൊടുക്കാം. അപ്പോൾ I have to define the variable u. അപ്പോൾ int u എന്ന് കൊടുത്തിട്ടുണ്ട്. So I am going to convert this integer to a class type. ക്ലാസിൻ്റെ പേര് ഡിസ്റ്റ് എന്നാണ്. അപ്പോൾ ഡിസ്റ്റ് എന്ന് കൊടുത്ത് ഞാൻ എന്ത് ചെയ്യണം, ഒരു r എന്ന വേരിയബിൾ കൊടുത്തു. സോ r ഈസ് എ ഒബ്ജക്റ്റ് ഓഫ് ഡിസ്റ്റ് നൗ. അപ്പോൾ ഡിസ്റ്റ് r എന്ന് കൊടുക്കുമ്പോൾ r ഈസ് എ ഒബ്ജക്റ്റ് ഓഫ് ഡിസ്റ്റ്. ഇനി നമ്മളെന്താ പറഞ്ഞത്, വി ആർ ഗോയിങ് ടു കൺവേർട്ട് ദിസ് ഇൻറ്റിജർ, ഇതിപ്പോൾ ഇൻറ്റിജറാണ്. We are going to convert this primitive type to a class type.
അപ്പോൾ ക്ലാസ് ടൈപ്പിനകത്ത് ഇവിടെ ആർ എന്താണ്? ആർ ഒരു ക്ലാസ് ടൈപ്പാണ്, ഒബ്ജക്റ്റാണ്. സോ ആർ ഈക്വൽ ടു യു എന്ന് കോൾ ചെയ്യുമ്പോൾ ആർ ഈക്വൽ ടു യു എന്ന് കൊടുക്കുമ്പോഴാണ് സംഭവിക്കുക കൺവേർഷൻ ഫ്രം ഇൻറ്റിജർ ടു ക്ലാസ് ടൈപ്പ്. അപ്പോൾ ഇങ്ങനെ കൊടുക്കണമെങ്കിൽ നമുക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടാവണം. ഈ ഫംഗ്ഷൻ എന്നുള്ളത് ഒരു ഇൻറ്റിജർ ടൈപ്പ് പാരാമീറ്ററായിട്ട് വായിക്കുന്ന ഒരു കൺസ്ട്രക്ടർ ഉണ്ടെങ്കിൽ ഈ ഒരു അസൈൻമെൻറ്റ് ഇറ്റ് വിൽ ബി ആസ് പെർ സിൻടാക്സ്. അപ്പോൾ അതായത് ആർ ഈക്വൽ ടു യു എന്ന് കോൾ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം? ആർ ഈക്വൽ ടു യു എന്ന് കോൾ ചെയ്യണമെങ്കിൽ യു ആർഗ്യുമെൻ്റ് ആകുന്നൊരു കൺസ്ട്രക്ടർ ഈ ക്ലാസ്സിനകത്ത് ഉണ്ടാവണം. അപ്പോൾ നമുക്കറിയാം കൺസ്ട്രക്ടർ എങ്ങനെ കൊടുക്കുക. കൺസ്ട്രക്ടർ എന്നുള്ള ക്ലാസ്സിൻ്റെ പേരിലെ ഫംഗ്ഷനാണ്. ക്ലാസ്സിൻ്റെ പേരിൽ ഫംഗ്ഷൻ ഡിസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാരാമീറ്ററായിട്ട് ഒരു ഇൻറ്റിജർ ടൈപ്പ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തന്നെ അതിൻ്റെ ഡെഫിനിഷൻ വേണം. ആ ഡെഫിനിഷൻ എന്താണ്? അതൊക്കെ കൺസ്ട്രക്ടറാണ്. അപ്പോൾ ഇറ്റ് ബിലോങ്സ് ടു ദി ക്ലാസ് ഡിസ്റ്റ്. ഡിസ്റ്റ് ക്ലാസ്സിൻ്റെയാണ്. ഡിസ്റ്റ് ക്ലാസ്സിൻ്റെ ഡിസ്റ്റ് ഫംഗ്ഷൻ ഹാവിങ് പാരാമീറ്റർ ഞാനിപ്പോൾ y എന്ന് കൊടുത്തു. അതായത് ഇൻറ്റിജർ പാരാമീറ്റർ വാങ്ങിക്കുന്ന ഒരു കൺസ്ട്രക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കോളിംഗ് പോസിബിളാണ്. അപ്പോൾ അത്ര കാര്യമുള്ളൂ. അതായത് ആർ ഈക്വൽ ടു യു എന്ന് കോൾ ചെയ്യണമെങ്കിൽ, ആർ ഈക്വൽ ടു യു എന്ന് കോൾ ചെയ്യണമെങ്കിൽ ആർ ഒബ്ജക്റ്റാണ്, യു ഒരു പ്രിമിറ്റീവ് ടൈപ്പാണ്. ഇങ്ങനെ കോൾ ചെയ്യണമെങ്കിൽ ഈ പ്രിമിറ്റീവ് ടൈപ്പ് ആർഗ്യുമെൻ്റായിട്ട് വാങ്ങിക്കുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ, ഒരു കൺസ്ട്രക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ യൂസ് ദിസ് സിൻടാക്സ്. അവിടെ നമുക്ക് എന്ത് കൊടുത്താൽ മതി? അവിടെ നമുക്ക് ചെയ്യേണ്ട കാര്യം കൊടുത്താൽ മതി. ചെയ്യേണ്ട കാര്യം എന്താണ്? ചെയ്യേണ്ട കാര്യം എന്നുള്ളത് കൺവേർട്ട് ഇറ്റ് ടു ഫീറ്റ് ആൻഡ് ഇഞ്ചസ്. അപ്പോൾ മൊത്തം ഇഞ്ച് വരുന്നത്, അതായത് ഇപ്പോൾ ഒരു 90 ഇഞ്ച് അല്ലെങ്കിൽ 95 ഇഞ്ച് വരുന്നു. നമുക്കെന്താ വേണ്ടത്? അതിന് ഫീറ്റും ഇഞ്ചുമായി കൺവേർട്ട് ചെയ്യണം. സോ ഐ ആം ഗോയിങ് ടു കൺവേർട്ട് ദിസ്. അപ്പോൾ ഫീറ്റ് ഈസ് ഈക്വൽ ടു വരുന്ന വാല്യൂ ഡിവൈഡഡ് ബൈ 12 ഇഞ്ചാണ് ഫീറ്റ്. അപ്പോൾ അത്രയും ഫീറ്റ് കിട്ടി. അത്രയും ഫീറ്റ് കഴിയുമ്പോൾ ഇപ്പോൾ 84 ആണെങ്കിൽ എന്താണ് 84 ഡിവൈഡ് ബൈ 12 ചെയ്യുമ്പോൾ അത്ര ഇഞ്ച് നമുക്ക് കിട്ടി. എത്ര കിട്ടുക? 1672 അല്ലേ? അപ്പോൾ 6 നമുക്ക് ഫീറ്റ് കിട്ടി. പിന്നെ ബാക്കി എത്രയുണ്ട്? 72, 8, 80. അപ്പോൾ 84 വേണ്ട, 80 കൂട്ടുക. അപ്പോൾ 80 എന്നൊരു മെഷർമെൻ്റ് ആണെങ്കിൽ y ബൈ 12 മീൻസ് 12 അല്ല എത്ര 80 ബൈ 12 ചെയ്യുമ്പോൾ 72 വരെ, അതായത് 12 6. അപ്പോൾ 6 എന്നുള്ള വാല്യൂ ഇവിടെ കിട്ടി, ഫീറ്റിൽ കിട്ടി. ഇനി ബാക്കിയുള്ളത് കിട്ടണം. ബാക്കിയുള്ളത് നമുക്ക് ഇതിനകത്ത് ഇഞ്ചെന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ ഐ എം ഗോയിങ് ടു ഗെറ്റ് ഇറ്റ് ഇൻ എ വേരിയബിൾ ഇഞ്ച്. അപ്പോൾ ഇഞ്ച് ഈസ് ഈക്വൽ ടു 12 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണോ റിമൈൻഡർ വരുന്നത് അതാണ് അതിൻ്റെ ബാക്കിയുള്ള വാല്യൂ, y%12. ഓക്കെ, y ബൈ 12 ചെയ്യുമ്പോൾ എത്ര ഫീറ്റ് കിട്ടി? അതിൻ്റെ റിമൈൻഡറാണ് എന്ത്? ഇഞ്ച് എന്നുള്ളത്. സോ ഐ ഹാവ് യൂസ് ദിസ് ഡിവിഷൻ ആൻഡ് പെർസെൻറ്റേജ് ഫോർ ഗെറ്റിംഗ് ദി വാല്യൂസ് ഓഫ് ഫീറ്റ് ആൻഡ് ഇഞ്ച്. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ ആ ഒരു ഒബ്ജക്റ്റ് ആറിൻ്റെ ഒബ്ജക്റ്റിനകത്ത് നമുക്ക് എന്ത് കിട്ടി? ഫീറ്റും ഇഞ്ചും കിട്ടി. ഇനി അത് ഡിസ്പ്ലേ കൊടുത്താൽ മതി. ഒന്നുകിൽ ഡിസ്പ്ലേ നമുക്ക് എന്ത് ഇതിനകത്ത് കൊടുക്കാം, അല്ലെങ്കിൽ വേറെ ഫംഗ്ഷൻ ആക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇതിനകത്ത് ഡിസ്പ്ലേ കൊടുക്കാം. സി ഔട്ട് എത്ര ഇഞ്ചാണ്? അല്ല എത്ര എഫ് ടി ഫീറ്റ്സ് ആൻഡ് ഇഞ്ചസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഡിസ്പ്ലേ വേറെ എഴുതിയില്ല, സെയിം ഇതിനകത്ത് തന്നെ ഞാൻ ഡിസ്പ്ലേ കൂടി എഴുതി. അപ്പോൾ ആദ്യം ഒരു മെസ്സേജ് വരും, എൻ്റർ മെഷർമെൻറ്റ് ഇൻ ഇഞ്ചസ് എന്ന് വരും. മെഷർമെൻറ്റ് കൊടുത്തു കഴിയുമ്പോൾ അത് യുവിൽ പോയി. അത് കഴിഞ്ഞ് ആർ ഈസ് ഈക്വൽ ടു യു. ആർ എന്നുള്ളത് ഒബ്ജക്റ്റാണ്. ഒബ്ജക്റ്റ് ഈക്വൽ ടു ഒരു ടൈപ്പ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് വേണം? ഒരു കൺസ്ട്രക്ടർ വേണം. ഈ ടൈപ്പ് യു ഈസ് എൻ ഇൻറ്റിജർ നൗ. സോ ഇൻറ്റിജർ ടൈപ്പ് പാരാമീറ്റർ ആയിട്ട് വരുന്നൊരു കൺസ്ട്രക്ടർ നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഫീറ്റും ഇഞ്ചാക്കി കൺവേർട്ട് ചെയ്ത് ഫീറ്റും ഇഞ്ചും ഡിസ്പ്ലേ ചെയ്തു.
അപ്പോൾ ഇതാണ് നമുക്ക് ലോജിക്. ഇനി നമുക്കറിയാവുന്ന പോലെ ഇപ്പോൾ ഒരു ഇതിനകത്തൊരു ഡീഫോൾട്ടായിട്ടൊരു കൺസ്ട്രക്ടർ ആവശ്യമുണ്ട്. കാരണം എന്താണ്, ഒരു പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒരു ഡീഫോൾട്ട് കൺസ്ട്രക്ടർ വേണം. അതുകൊണ്ട് ഐ ആം ഡിഫൈനിങ് എ കൺസ്ട്രക്ടർ ലൈക്ക് ദിസ്. വെറുതെ ഓപ്പണിങ് ക്ലോസിങ് ബ്രാക്കറ്റ് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു കൺസ്ട്രക്ടറിൻ്റെ ബോഡി, അതായത് ഡീഫോൾട്ട് കൺസ്ട്രക്ടർ വിച്ച് ഡസ് നത്തിങ്, ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അത് കമ്പൽസറി ആയതുകൊണ്ട് ഐ ഹാവ് ഗിവൺ ദി default constructor also. Program name is 38 type 2 class. നമുക്ക് കമ്പൈൽ ചെയ്ത് നോക്കാം. G++ 38 type 2 class dot cpp. പ്രോഗ്രാം എന്തോ ഇസ് നോട്ട് ഫൗണ്ടാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കാം. അതായത് ഓക്കെ, ദിസ് CPP ഈസ് ക്യാപിറ്റൽ ലെറ്റർ. അപ്പോൾ നമുക്ക് അങ്ങനെ കൊടുക്കണം. അപ്പോൾ എന്താ വേണ്ടത്, ഈസ് ക്യാപിറ്റൽ CPP. ഓക്കെ, അപ്പോൾ കമ്പാരിസൺ കഴിഞ്ഞു. ഇനി ./a.out എൻ്റർ മെഷർമെൻറ്റ് ഇൻ ഇഞ്ചസ്. ഞാനിപ്പോൾ 80 കൊടുക്കാം. അപ്പോൾ എന്ത് കിട്ടി, 6 feet and 8 inches എന്ന് കിട്ടി. അപ്പോൾ ഇത് ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഇതിങ്ങനെ കൺവേർട്ട് ചെയ്തതിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ കൺവേർഷൻ നടത്തുന്ന നമുക്ക് വേറെ ടൈപ്പ് പ്രോഗ്രാംസൊക്കെ മതി. പക്ഷേ ഞാനിപ്പോൾ എന്താണ്, ഐ ഹാവ് ഷോൺ ദിസ് ആസ് ദി എക്സാമ്പിൾ ഓഫ് ദിസ് കൺവേർഷൻ. എന്നോട് നോക്കുക, ഇവിടെ യു എന്നൊരു ഇൻറ്റിജർ ടൈപ്പ് ഉണ്ട്, ആർ എന്നൊരു ക്ലാസ് ടൈപ്പ് ഉണ്ട്. ആർ ഈക്വൽ ടു യു, യുവിന് വാല്യൂ കിട്ടി കഴിഞ്ഞിട്ട് ആർ ഈക്വൽ ടു യു എന്ന് കോൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, യു പാരാമീറ്റർ ആയിട്ടുള്ള ഈ ക്ലാസിൻ്റെ കൺസ്ട്രക്ടർ കോളാവും. യു പാരാമീറ്റർ ആയിട്ടുള്ള ഈ ക്ലാസിൻ്റെ കൺസ്ട്രക്ടർ കോളാവും. ഓക്കെ, അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ദിസ് ഈസ് കൺവേർട്ടിങ് എ പ്രിമിറ്റീവ് ടൈപ്പ് ടു ക്ലാസ് ടൈപ്പ്. ഇപ്പോൾ ടൈപ്പ് കൺവേർഷനകത്ത് ഒന്നാമത്തെയാണത് കൺവേർഷൻ ഓഫ് പ്രിമിറ്റീവ് ടൈപ്പ് ടു ക്ലാസ് ടൈപ്പ്. ഓക്കെ.